ആനമൂളിയിൽ തിരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട സംഘർഷവും തുടർന്നുണ്ടായ അക്രമ സംഭവങ്ങളിലും പോലീസ് നടപടി ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ അറസ്റ്റിലൊതുങ്ങി. സിപിഎം ലോക്കൽ സെക്രട്ടറിയുടെ പോലീസ് സ്റ്റേഷൻ സമരവും ഫലം കണ്ടില്ല. സിപിഎം നേതൃത്വത്തിന്റെ നിലപാടിൽ പ്രവർത്തകർക്ക് അമർഷം. ആനമൂളിയിൽ നടന്ന കലാശക്കൊട്ടോടെയാണ് സിപിഎം ലീഗ് പ്രവർത്തകർ തമ്മിൽ സംഘർഷത്തിന്റെ തുടക്കം. സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇരുവിഭാഗത്തു നിന്നുമായി 2 കേസുകളിലായി 83 പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. തിരഞ്ഞെടുപ്പിൽ പരമ്പരാഗതമായി ലീഗ് ജയിക്കുന്ന ആനമൂളിയിൽ സിപിഎമ്മിനായിരുന്നു വിജയം. തുടർന്നുണ്ടായ സംഘർഷത്തിൽ ഇരുപക്ഷത്തു നിന്നായി വേറെയും 2 കേസുകൾ എടുത്തു. ഫലപ്രഖ്യാപനത്തിന് ശേഷം നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് പ്രവർത്തകരെ വധിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ സിപിഎം പ്രവർത്തകനായ ഫിറോസ് റിമാൻഡിൽ പോവുകയും ഫിറോസ് നൽകിയ പരാതിയിൽ അറസ്റ്റിലായ 2 ലീഗ് പ്രവർത്തകർക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തിരുന്നു. ഇതാണ് തെങ്കര ലോക്കൽ സെക്രട്ടറി കെ സുരേന്ദ്രനെ പ്രകോപിപ്പിച്ചത്. പോലീസ് ലീഗിന് അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും നീതി നിഷേധമാണ് പോലീസ് നടത്തുന്നതെന്നുമാണ് ലോക്കൽ സെക്രട്ടറിയുടെ ആരോപണം. രാത്രി പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരിപ്പ് നടത്തിയ സെക്രട്ടറിയെ ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടിയുടെ നേതൃത്വത്തിലെത്തിയ നേതാക്കൾ ഇടപെട്ട് സമരത്തിൽ നിന്നും പിന്തിരിപ്പിച്ചു. ഇതിലെ പ്രതിഷേധം പ്രവർത്തകർ നേതാക്കളെ അപ്പോൾ തന്നെ അറിയിച്ചു. അടുത്ത ദിവസം സിപിഎം നേതാക്കൾ ഡിവൈഎസ്പിയുമായി ചർച്ച നടത്തിയെങ്കിലും അതിന്റെ വിശദാംശങ്ങൾ നേതാക്കൾ പുറത്തു പറഞ്ഞില്ല. സിപിഎം പ്രവർത്തകർ നൽകിയ പരാതിയിലെ പ്രതികളെ പിടികൂടണമെന്നും എടുത്ത കേസുകളിൽ ജാമ്യമില്ലാ വകുപ്പ് ഉൾപ്പെടുത്തുകയും വേണമെന്ന സിപിഎം പ്രവർത്തകരുടെ ആവശ്യം നേതാക്കളും പോലീസും അവഗണിച്ചെന്നാണ് അണികൾ പറയുന്നത്. സംഭവത്തിന് ശേഷം തെങ്കര ലോക്കൽ കമ്മിറ്റി ചേർന്നെങ്കിലും ആനമൂളി വിഷയം ചർച്ച ചെയ്തില്ല. ഇതിൽ ആനമൂളിയിലെ പ്രവർത്തകർ അസംതൃപ്തരാണ്. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്.